സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ വിപ്ലവ അഭിവാദ്യം നടത്തി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതിസമർത്ഥനായ നേതാവായിരുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം വിവിധ ബഹുജന സംഘടനാ രംഗത്തും അതിസമർത്ഥമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. വിദ്യാർത്ഥി രംഗത്ത്, യുവജന രംഗത്ത്, കർഷക രംഗത്ത്, തൊഴിലാളി രംഗത്ത്, ഈ ബഹുജന രംഗങ്ങളിലെല്ലാം അതിസമർത്ഥമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതുപോലെ 5 തവണ അസംബ്ലിയിൽ അംഗമായിരുന്നു. 2006 മുതൽ 2011 വരെ അദ്ദേഹം ആഭ്യന്തരകാര്യ മന്ത്രിയായിരുന്നു. ഭരണരംഗത്തും അസംബ്ലി രംഗത്തും അതിസമർത്ഥമായി ഇടപെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. അതുമാത്രമല്ല, 2021 മുതൽ 2022 വരെ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ അതിസമർത്ഥമായി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമർത്ഥനായ നേതാവായിരുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. ഞാൻ കോടിയേരി ബാലകൃഷ്ണനെ ആദ്യമായി കാണുന്നത് 1970-ലാണ്. ഇന്നേക്ക് 54 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് തലശ്ശേരിയിൽ വെച്ച് കേരള സോഷ്യലിസ്റ്റ് വിഭജന ഫെഡറേഷന് നൽകിയ ഒരു സ്വീകരണ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ ആദ്യമായി കാണുന്നത്. കേരള സോഷ്യലിസ്റ്റ് വിഭജന ഫെഡറേഷൻ തൊഴിലില്ലായ്മ വേതനം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അന്നൊരു ജീപ്പ് ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയുണ്ടായി. കാസർഗോഡിൽ നിന്നും യാത്ര തിരിച്ച ജാഥ തലശ്ശേരിയിലെത്തിയപ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ഞങ്ങൾക്ക് സ്വീകരണം നൽകിയത്. ബാലകൃഷ്ണൻ അന്ന് മാഹി ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. അവിടുത്തെ യൂണിയൻ്റെ നേതാവാണ്. അതുപോലെ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻറ്റുമായിരുന്നു. പിന്നെ യോഗത്ത് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ബാലകൃഷ്ണൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആണ് ബാലകൃഷ്ണനുമായി ഞാൻ കാണുന്നത്, സംസാരിക്കുന്നത്, പരസ്പരം മനസ്സിലാക്കുന്നത്. ആ നിലയിൽ 1970 മുതൽ ബാലകൃഷ്ണൻ്റെ മരണം വരെ ഒരുമിച്ച് പ്രവർത്തിക്കാനും സഹകരിക്കാനും എനിക്ക് അവസരം ലഭിച്ചു. സഖാവ് ബാലകൃഷ്ണൻ 1973 അദ്ദേഹം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു SFI. വളരെ സമർത്ഥമായിട്ടാണ് വിദ്യാർത്ഥി രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സംഘടിപ്പിച്ചത്. ആ നിലയിലാണ് 1973 വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്നത്. 1979 വരെ അദ്ദേഹം കേരളത്തിൽ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നു. ഇക്കാലത്ത് SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിമാരിലും ഒരാളായി സഖാവ് ബാലകൃഷ്ണൻ
വിദ്യാർത്ഥി രംഗത്ത് വളരെ സമർത്ഥമായി പ്രവർത്തിക്കുകയുണ്ടായി. 1980 വിദ്യാർത്ഥി ഫെഡറേഷൻ വിട്ട് അദ്ദേഹം DYFIയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. 1980-82 കാലത്ത് DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ 1982 അദ്ദേഹം തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത്. 1982 മുതൽ 87 വരെ കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തിക്കുകയുണ്ടായി. സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി മാത്രമല്ല, കേരള അഖിലേന്ത്യാ കർഷക സംഘത്തിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായും സഖാവ് ബാലകൃഷ്ണൻ പ്രവർത്തിക്കുകയുണ്ടായി. വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും കർഷക സംഘടനകളുടെ രംഗത്തും മാത്രമല്ല, വിവിധ ട്രേഡ് യൂണിയൻ രംഗത്തും അക്കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഇടപെടുകയും സമരങ്ങൾ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത് 1970 ഏതാണ്ട് 18 വയസ്സ് പൂർത്തിയാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്നതുപോലെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജനിച്ചത് 1983 നവംബർ 16 അദ്ദേഹം 1970 പാർട്ടി അംഗമായി. പാർട്ടി രംഗത്തും സാമർഥ്യപൂർവ്വം പ്രവർത്തിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞതോടെ ആ പ്രദേശത്തെ ഈങ്കയിൽ പീഡിക ബ്രാഞ്ച് എന്നതാണ് ആ പ്രദേശത്തെ ബ്രാഞ്ച്. ആ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. 1973 കോടിയേരി പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ മേഖലകളിൽ സാമർഥ്യപൂർവ്വം പ്രവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏരിയ കമ്മിറ്റി അംഗമായി, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി, ജില്ലാ കമ്മിറ്റി അംഗമായി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി. ആ ഒരു സന്ദർഭത്തിലാണ് 1988 ആലപ്പുഴ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ആ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് കോടിയേരി ബാലകൃഷ്ണനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. 1988 ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനം.